മറ്റൊരു മണ്ഡലത്തിലേക്ക് നോക്കണം. അത് ആറന്മുളയാണ്. ആറന്മുളയെ സംബന്ധിച്ച് 3 പ്രധാനപ്പെട്ട ആളുകളാണ് മത്സരിക്കുന്നത്. വീണ ജോർജ് മത്സരിക്കുന്നു, കോൺഗ്രസിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി മത്സരിക്കുന്നു, BJPയിൽ നിന്ന് കുമ്മനം രാജശേഖരൻ മത്സരിക്കും. കുമ്മനം രാജശേഖരനെ പോലെ ഒരാൾ മറ്റ് പല മണ്ഡലങ്ങളിലും ഏത് മത്സരിക്കുമ്പോൾ പ്രതീക്ഷിച്ചെങ്കിലും പക്ഷേ അവസാനം അവർ ആറന്മുളയിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആറന്മുള തെരഞ്ഞെടുത്തത് എന്നറിയില്ല. മറ്റു 2 ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളായതുകൊണ്ട് ഒരു ഹിന്ദു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണോ എന്താണെന്ന് അറിയില്ല. എന്നാലും കുമ്മനത്തെ BJP നിയോഗിച്ചത് ആറന്മുളയിലാണ്. അവരുടെ ചിലപ്പോൾ ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആറന്മുളയെ സംബന്ധിച്ച് അവിടുത്തെ വിമാനത്താവളത്തിന് എതിര് നിന്ന ഒരാൾ എന്ന നിലയ്ക്ക് അതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടി, രാഷ്ട്രീയത്തിനപ്പുറം അങ്ങനെയുള്ള സ്ഥലമാണ്. ആ ആറന്മുളയുടെ മുൻകാല ചിത്രം കൂടി നോക്കാം. 2011 അവിടെ ശിവദാസൻ നായരായിരുന്നു. ശിവദാസൻ നായർ 64,845 വോട്ടിൻ്റെ വോട്ട് നേടി 6,511 വോട്ടിൽ ആണ് അദ്ദേഹം അവിടെ വിജയിക്കുന്നത്. 2016 വീണ ജോർജിനെ അവതരിപ്പിക്കുന്നത്. വീണ ജോർജ് അങ്ങനെ രാഷ്ട്രീയമായ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരാളല്ല. ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി, സഭാ സെക്രട്ടറിയുടെ ഭാര്യ എന്ന നിലയ്ക്ക് ഓർത്തഡോക്സ് സഭയും കോൺഗ്രസുമായിട്ടുള്ള ഒരു വലിയ ഭിന്നതയിൽ വീണ ജോർജ് ഒരു പരീക്ഷണം എന്ന നിലയ്ക്കാണ് അവതരിപ്പിച്ചത്. അത് പലപ്പോഴും വലിയ വിമർശനത്തിനൊക്കെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു, ഇങ്ങനെ ഒരു സഭയുടെ പ്രതിനിധിയെ ഒരാൾ മത്സരിപ്പിക്കണമെന്ന്. പക്ഷേ ആ പരീക്ഷണം വലിയ വിജയമാവുകയാണ്. അന്ന് 7,646 ശിവദാസൻ നായരെ പരാജയപ്പെടുത്തിക്കൊണ്ട് 7,466 വോട്ടിന് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഒരു ഓർത്തഡോക്സ് സഭയുടെ ഒക്കെ വോട്ട് UDF നിന്നും LDF പറിച്ചു മാറ്റപ്പെട്ടു എന്ന് തന്നെ പറയാം. പൂർണ്ണമായി UDF ഇട്ടിരുന്ന വോട്ട് LDF വന്നപ്പോൾ അവിടെ വിജയിക്കുന്നു. 2ാം തവണയും വീണ ജോർജ് മികച്ച പ്രകടനത്തോടുകൂടി 74,950 വോട്ട് നേടുമ്പോൾ അവിടെയും ശിവദാസൻ നായർക്ക് 55,000, ശിവദാസൻ നായർക്ക് 56,000 55,000 വോട്ടിൽ മാത്രം നിലനിർത്താനേ കഴിയുന്നുള്ളൂ. ഇവിടെയും കൂടി ആലോചിക്കണം. ഇത് 37,906 വോട്ട് അവിടെ നേടുമ്പോൾ അവിടെ MD രമേശാണ് മത്സരിച്ചിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ബിജു മാത്യു ആണ് ഇവിടെ മത്സരിച്ചത്. ബിജു മാത്യു മത്സരിക്കുമ്പോഴത് MD രമേശ് നേടിയ വോട്ടിൽ നിന്ന് ഗണ്യമായ കുറവ് ഇവിടെ ഉണ്ടാകുന്നു. 19,003 വോട്ട്. ഈ ഭൂരിപക്ഷത്തിലേക്ക് വന്നതിന് കാരണം NDAയുടെ ലോസ് ആണ്. NDAയുടെ വോട്ട് കൂടി വീണ ജോർജിന് കഴിഞ്ഞ തവണ ഇടതുതരംഗമുണ്ട്. ഇടതുതരംഗം പ്ലസ് NDAയുടെ വോട്ടിലെ ലോസ്. 2016 21 2 പ്രധാനപ്പെട്ട ഫാക്ടർ കൂടി. 2016 ഓർത്തഡോക്സ് സഭ ഏറെക്കുറെ പരസ്യമായി LDF പിന്തുണ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പാണ്. 2021 നേരിട്ട് പിന്തുണ നൽകിയിട്ടില്ല. പക്ഷേ ആറന്മുളയിൽ ഓർത്തഡോക്സ് സഭയുടെ വോട്ടുകൾ വീണ ജോർജിലേക്ക് തന്നെ പോയി. അതാണ് പ്രധാന കാര്യം. 2021 മറ്റെവിടെയും പിന്തുണ നൽകിയില്ലെങ്കിലും ആറന്മുളയിൽ ഓർത്തഡോക്സ് സഭാ സെക്രട്ടറിയുടെ ഭാര്യ എന്ന നിലയ്ക്ക് തന്നെ വീണ ജോർജിന് പിന്നെ 5 വർഷം കൊണ്ട് വീണ ജോർജ് ഉണ്ടാക്കിയ ഒരു പ്രതിച്ഛായ കൂടിയുണ്ട്. ആ MLA എന്ന നിലയ്ക്ക് മികച്ച പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയ പ്രതിച്ഛായ ഇപ്പോൾ വീണ്ടും വീണ ജോർജ് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ മത്സരിക്കുന്നു. ഇടതുപക്ഷം കാണുന്നു ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് ഒരു മികച്ച മന്ത്രിയായിരുന്നു എന്ന് കാണുന്നു. പക്ഷേ UDF കാണുന്നത് അങ്ങനെയല്ല. ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ നേരിടേണ്ടി വന്ന, ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ നേരിടേണ്ടി വന്ന, പലപ്പോഴും KK ശൈലജയെ പോലെ കേരളം മുഴുവൻ അംഗീകരിച്ചിരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്ന ഒരു മന്ത്രിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ല എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഒരു വശത്ത് നിൽക്കുന്നു. അബിൻ വർക്കിയെ പോലെ ഈ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് തന്നെയുള്ള ഓർത്തഡോക്സ് സഭയുടെ പിന്തുണയുള്ള ഒരാൾ തന്നെ വരുന്നു. അപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ വോട്ട് ഇത്തവണ എങ്ങോട്ട് പോകും എന്നത് പ്രധാനമാണ്. കുമ്മനം രാജശേഖരനെ പോലെ ഒരാൾ നേരത്തെ സൈറ്റ് സൂചിപ്പിച്ച പോലെ 37,000 നിന്ന് 29,000 ബിജു മാത്യു ആയപ്പോൾ വന്നെങ്കിൽ ഈ 37,000 തിരിച്ചു പിടിക്കാൻ ശേഷിയുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ MD രമേശിനേക്കാൾ ആറന്മുളയിൽ എത്രയോ പതിറ്റാണ്ടുകളായി ബന്ധമുള്ള ഒരാളാണ് കുമ്മനം രാജശേഖരൻ എന്നത് ആലോചിക്കണം. രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ ആറന്മുളയുമായി ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ കുമ്മനത്തെ ഒരു തരത്തിലും ആറന്മുളയിൽ എഴുതിത്തള്ളാൻ കഴിയില്ല. അപ്പോൾ കുമ്മനം പിടിക്കുന്ന വോട്ടുകൾ വീണ ജോർജിൻ്റെതാണോ UDFിൻ്റെത് അബിൻ വർക്കിയുടേതാണോ എന്നതൊക്കെ ഇതിൽ പ്രധാനമാകും. ആറന്മുള പരമ്പരാഗതമായ ഒരു UDF മണ്ഡലമായിരുന്നു. കാരണം UDF സ്വഭാവമുള്ള മണ്ഡലമാണ്. അവിടെയാണ് വീണ ജോർജ് വന്ന് പല ഇക്വേഷൻസ് വർക്കൗട്ടാക്കി വിജയിച്ച് കയറിയത്. അപ്പോൾ ഇത്തവണ പൂർണ്ണമായും വീണ്ടും പൊളിറ്റിക്സിലേക്ക് തിരിച്ചുപോയി ആ മണ്ഡലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ CPM ഒരു ആരോഗ്യമന്ത്രി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് ആ മണ്ഡലത്തിലുണ്ടാകുന്ന ഒരു ഗ്ലാമർ സ്വഭാവം എന്ന് അവകാശപ്പെടുമ്പോഴും ഈ സർക്കാരിൽ ഏറ്റവും പഴികെട്ട വകുപ്പ് എന്ന രീതിയിൽ അതിൻ്റെ നഷ്ടം പേറേണ്ടി വരിക വീണ ജോർജ് ആയിരിക്കുമോ എന്ന ഒരു കൗതുകം കൂടി ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. അപ്പോൾ വീണ ജോർജ് ഒരു മന്ത്രി എന്ന നിലയിൽ മത്സരിക്കുമ്പോൾ ഉണ്ട്. പക്ഷേ അവർക്ക് അവസാന കാലത്തുണ്ടായ ചില വിവാദങ്ങൾ അത് തിരിച്ചടിക്കുമോ അതോ നേട്ടമാക്കുമോ എന്നൊരു ഫാക്ടറുണ്ട്. ഒപ്പം നമ്മൾ ഈ പറഞ്ഞ ഫാക്ടർ ഒന്ന്, ഏറ്റവും പ്രധാനം ഓർത്തഡോക്സ് സഭ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടുമെന്ന പ്രധാനപ്പെട്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സാമുദായിക ഇക്വേഷൻ മാത്രം നോക്കി ആ മണ്ഡലത്തിൽ വിജയിക്കുക ഇത്തവണ നടക്കില്ല എന്നാണ് സാഹചര്യം. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഒക്കെ പ്രധാന ഒരു പ്രവചനത്തെ അസാധ്യമാക്കുന്നൊരു ഘടകം ഈ കുമ്മനം രാജശേഖരൻ നമ്മൾ പറഞ്ഞല്ലോ. നേരത്തെ ഈ പറയുന്ന 37,000 വോട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ 29,000 വോട്ടിൻ്റെ വ്യത്യാസം. 37,000 9,000 വോട്ടിന് 37,906 വോട്ടാണ്. 38,000 വോട്ടെന്ന് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ 9,000 വോട്ടിൻ്റെ വ്യത്യാസം ഇവിടെ ഉണ്ടാകുന്നു. ഈ 9,000 വോട്ട് കൂടി അദ്ദേഹത്തിനോ കുമ്മനം രാജശേഖരൻ വരുമ്പോൾ സ്വാഭാവികം MD രമേശ് കിട്ടിയ വോട്ടല്ല, അത് ചിലപ്പോൾ 10,000 12,000 ഒക്കെ വോട്ട് കൂടാം. അപ്പോൾ ആ വോട്ടിൻ്റെ വർധനവ് ഇവിടെ
വീണ ജോർജിനാണോ അല്ലെങ്കിൽ അബിൻ വർക്കിക്കാണോ എവിടെയാണ് തടസ്സമാകുന്നത്? പിന്നീട് സൈത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ വീണ ജോർജിനെ സംബന്ധിച്ച് ഏറ്റവും അവസാനത്തെ ഈ KSU പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായിരുന്നെങ്കിൽ അതിനു മുമ്പുള്ള വിവാദങ്ങളൊക്കെ ചിലപ്പോൾ ആളുകൾ ഒരു പരിധിവരെയൊക്കെ മറക്കുന്ന വിവാദങ്ങളായിരുന്നു. പക്ഷേ ആ വിവാദം വല്ലാത്ത രീതിയിൽ തിരിച്ചടിച്ചോ എന്നൊരു സംശയം സ്വാഭാവികമായും ഇടതു പ്രവർത്തകരിൽ തന്നെ ഉണ്ട്. അതെ. അപ്പോൾ ഒരു കാര്യം കൂടി, ഒരു 2 പുരുഷ സ്ഥാനാർത്ഥികൾക്കിടയിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന ഒരു സാധ്യത വീണ ജോർജിന് അവശേഷിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വന്ന ചില എക്സിറ്റ് പോളുകളിലടക്കം സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ഇപ്പോഴും സർക്കാരിനൊപ്പം ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അതിനൊരു പ്രതിഫലനം ഉണ്ടായാൽ ഒരു പക്ഷേ നമ്മൾ ഈ സംസാരിച്ച ഘടകങ്ങൾക്കും അപ്പുറമുള്ള ഒരു പിന്തുണ, ഒരു സഹതാപ വോട്ടായി പോലും ഒരു പക്ഷേ 2 സാധ്യതകളും ഉണ്ട്. ഒന്ന്, ചിലപ്പോൾ വീണ ജോർജിനെതിരെ ഒരു അനുകൂലമായ സഹതാപത്തിലേക്ക് വരാം. അല്ലെങ്കിൽ ഇതിനെതിരായിട്ടുള്ള ഇതൊരു നാടകമാണെന്ന് UDF പ്രചരിപ്പിക്കുമ്പോൾ അതിന് അനുകൂലമായ ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും വീണ ജോർജിന് അങ്ങനെ ലഭിക്കേണ്ട കുറച്ച് വോട്ടുകൾ നഷ്ടപ്പെടാനും സാധ്യത. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ വീണ ജോർജിന് പരാജയമെങ്കിൽ ഇനി അവരുടെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നൊരു കൗതുകം കൂടിയുണ്ട്. കാരണം CPM-ൽ അത്ര സംഘടനാ തലങ്ങളിലൊന്നും ഉള്ള വ്യക്തിയല്ല. പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന് MLA-യും പിന്നീട് മന്ത്രിയായ വ്യക്തിയാണ്. സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതെ. പക്ഷേ അത് കാലം കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലെത്തിയ ആളുകൾ ഒരാളാണ്. മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു പോസ്റ്റിങ്ങിനപ്പുറം ഇനി ഉണ്ടാകുമോ എന്നതും കണ്ടറിയണോ. സാധാരണ സംസ്ഥാന കമ്മിറ്റിയിലെത്തുന്ന ആളുകൾക്കൊക്കെ പ്രവർത്തന രംഗത്ത് തുടരുകയാണെങ്കിൽ അവിടെ തുടരാനുള്ള അവസരമൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അടുത്ത ഒരു മണ്ഡലം, കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന, ഒരു തരത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ ദേശീയതലം വരെ ശ്രദ്ധിക്കുന്ന, കേരളത്തിലെ CPM-ന്റെ ഇന്നത്തെ നേതാക്കളിൽ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളായ ജി സുധാകരൻ LDF വിട്ട് CPM വിട്ട് സ്വതന്ത്രനായി മത്സരിക്കുന്നു. UDF പാളയത്തിലെത്തുന്നു. അങ്ങനെ ഒരു മത്സരമാണ് അമ്പലപ്പുഴയുടെ പ്രത്യേകത തന്നെ അതുപോലെയായിരുന്നു. അമ്പലപ്പുഴയെ സംബന്ധിച്ച് 2011-ലെയും 16-ലെയും 21-ലെയും ചിത്രം നമുക്ക് പരിശോധിക്കാം. 2011-ൽ ജി സുധാകരൻ അവിടെ മത്സരിക്കുന്നു. 63,726 വോട്ടിന്. അന്ന് UDF സ്ഥാനാർത്ഥിയായ M ലിജുവാണ്. 47,148 വോട്ടാണ്. അന്ന് 16,580 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ജി സുധാകരൻ അവിടെ നിന്ന് വിജയിക്കുന്നു. 2016-ലേക്ക് എത്തുമ്പോൾ അദ്ദേഹം വീണ്ടും 63,060 അദ്ദേഹത്തിന്റെ വോട്ട് നിലനിർത്തിയിട്ടുണ്ട്. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി ഷേഖ് പി ഹാരിസ് ആണ് എത്തുന്നത്. ഷേഖ് പി ഹാരിസ് ഘടകകക്ഷിയുടെ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അവിടെ എത്തിയെങ്കിലും ഷേഖ് പി ഹാരിസിന് ആ മട്ടിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. 40,448 വോട്ടേ നേടാൻ കഴിഞ്ഞുള്ളൂ. അവിടെ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്നു. 2021-ൽ ജി സുധാകരനെ പോലെ അമ്പലപ്പുഴയിൽ നിന്നാൽ പാട്ടുംപാടി ജയിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ 2 ടേം വ്യവസ്ഥ വെച്ച് മാറ്റിയിട്ട് അദ്ദേഹം തന്നെ എല്ലാ തവണയും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറ്റവും രസകരമായ സംഭവം, എല്ലാ തവണ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചർച്ച വരുമ്പോഴും അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിലയ്ക്ക് അദ്ദേഹം ആദ്യം H സലാമിന്റെ പേര് വെക്കും. അപ്പോൾ എല്ലാവരും കൂടി പറയും വേണ്ട H സലാം വേണ്ട, ജി സുധാകരൻ തന്നെ മത്സരിക്കണമെന്ന് പറയുന്നു. 2021-ൽ ഇങ്ങനെ H സലാമിന് പേര് വെക്കണം. എന്നാൽ H സലാം ഇരിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അതിനുശേഷം വലിയ ദുഃഖമൊക്കെ ഉണ്ടായിരുന്നു. ഇനി മത്സരിക്കാൻ അവസരം കിട്ടാത്തതിലൊക്കെ അത് പലതരത്തിലൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും H സലാം പരാജയപ്പെടുമെന്നൊക്കെ ജി സുധാകരനെ മാറ്റിയാൽ ഈ മണ്ഡലമാകെ തകർന്നു പോകും, അല്ലെങ്കിൽ അവിടെ LDF വിജയിക്കില്ല, ജി സുധാകരന്റെ മികവിലാണ് ജയിച്ചതെന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. H സലാം അവിടെ അദ്ദേഹം പിടിച്ച വോട്ടിൽ നിന്ന് 2000 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് H സലാമിന്റെ ഭാഗത്തു നിന്നുണ്ട്. UDF വോട്ട് സ്വാഭാവികമായും വർദ്ധിച്ചു. അവിടെ 11,125 വോട്ടിന് അത് മാന്യമായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.